തൃണമൂൽ കോൺഗ്രസ് തർക്കത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തെഴുതി മമതാ ബാനർജി. വിമത വിഭാഗത്തിന് മറുപടി നൽകാനുള്ള സമയത്തിൽ അനാവശ്യ ഇളവ് നൽകി, കമ്മീഷൻ പക്ഷപാതപരമായാണ് പെരുമാറുന്നത് തുടങ്ങിയ ആരോപണങ്ങളാണ് മമതാ ബാനർജി ഉന്നയിക്കുന്നത്. വിഷ്ണുപ്രസാദ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. വിഷ്ണു, തർക്കങ്ങൾ അവസാനിക്കുന്നില്ല. പാർട്ടി സ്വന്തം കീഴിൽ നിലനിർത്താനുള്ള മമതയുടെ ശ്രമങ്ങൾ തുടരുന്നു. പക്ഷേ വിമത വിഭാഗം ഇതിപ്പോൾ തങ്ങളുടേതാണ് പാർട്ടി എന്ന് അവകാശപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമാണ്. എന്താണിപ്പോൾ നടക്കുന്നത്? തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കാനുള്ള ഒരു അവസരം കൂടി കമ്മീഷൻ തന്നെ സ്വമേധയാ ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ്. കാരണം 6-ാം തീയതി വരെയായിരുന്നു യഥാർത്ഥ തൃണമൂൽ കോൺഗ്രസ് ആരെന്ന് സംബന്ധിച്ച് ഇരുപക്ഷത്തോടും റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ മമത ആ റിപ്പോർട്ട് കൃത്യമായി 6-ാം തീയതിക്ക് മുൻപ് നൽകിയിരുന്നു. പക്ഷേ ഋതുപ്രതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള വിമത ചേരിക്ക് അതിനുള്ള സമയം 10-ാം തീയതി വരെ കമ്മീഷൻ നീട്ടി നൽകുകയും ചെയ്തു. അതായത് ഇതിൽ ഇരുപക്ഷവും പറയുന്നത് ഇങ്ങനെയാണ്. വിമതപക്ഷം 22-ാം തീയതി ജൂൺ 22-ാം തീയതി ഒരു യോഗം ചേരുന്നു. തങ്ങളാണ് യഥാർത്ഥ TMC എന്ന അവകാശവാദം ഉന്നയിക്കുന്നു. തുടർന്ന് ജൂലൈ 2-ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഫുൾ ബെഞ്ചിൽ നേരിൽ കണ്ട് തങ്ങളുടെ വാദങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു. എന്നാൽ അതേസമയം മമതാ ബാനർജി നൽകിയിട്ടുള്ള മറുപടിയിൽ പറയുന്നത് 2022-ൽ സംഘടന പൂർണ്ണ തോതിൽ പുനഃക്രമീകരിച്ചതാണ്. അതിനുശേഷം ഇനി അടുത്ത സംഘടന എന്ന് പറയുന്നത് 2027-ലാണ് അതിന്റെ അടുത്ത പുനഃക്രമീകരണം വരുന്നത്. അതിനിടയിൽ തങ്ങൾ പുതിയ തൃണമൂലിന്റെ ഭാരവാഹികളാണെന്ന് പറഞ്ഞു വന്നാൽ അത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന നിലപാടാണ് ഇപ്പോൾ എന്തായാലും മമത രേഖാമൂലം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് മമതാ ബാനർജി ഇത്തരത്തിലൊരു ഒരു നിർദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് ലഭിച്ചതിന് പിന്നാലെ 6-ാം തീയതിക്ക് മുൻപായി തന്നെ ഇതിന്റെ റിപ്പോർട്ട് നൽകി. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഋതുപ്രതാ ബാനർജി അടങ്ങുന്ന വിമത പക്ഷത്തിന് സമയം നീട്ടി നൽകുകയാണ്, പക്ഷാപാതപരമായി പെരുമാറുന്നുണ്ട് എന്നാണ് ഇപ്പോൾ മമതാ ബാനർജി ആരോപിക്കുന്നത്. ഇനിയും സമയം നീട്ടി നൽകാതെ എത്രയും പെട്ടെന്ന് ഋതുപ്രതാ ബാനർജി അടക്കമുള്ള വിമത നേതാക്കളുടെ ഭാഗത്ത് നിന്ന് എന്തുകൊണ്ട് യഥാർത്ഥ തൃണമൂൽ ഞങ്ങളാണെന്ന അവകാശവാദം ഉന്നയിക്കുന്നു എന്നതിൽ വിശദീകരണം തരണമെന്നാണ് മമത ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് കേവലം പാർട്ടിയുടെ ചിഹ്നത്തിനും പേരിനും മാത്രമല്ല, പാർട്ടിയുടെ സ്വത്ത് സംബന്ധിച്ചും ഒരു തർക്കം നിലനിൽക്കുന്നുണ്ട്. സ്വത്ത് മരവിപ്പിക്കുന്ന നടപടിയിലേക്ക് ഉൾപ്പെടെ കാര്യങ്ങൾ പോയിരുന്നു. ഇപ്പോൾ ഒരു സ്പെഷ്യൽ ഓഫീസറുടെ മേൽനോട്ടത്തിലാണ് തൃണമൂൽ കോൺഗ്രസിന് തങ്ങളുടെ പാർട്ടി അക്കൗണ്ടിൽ നിന്ന് ഫണ്ട് പോലും ചെലവഴിക്കാൻ സാധിക്കുന്നു. അപ്പോൾ യഥാർത്ഥ തൃണമൂൽ ആരാണ് എന്നത് സംബന്ധിച്ച ഒരു ധാരണയിൽ എത്തിയാൽ മാത്രമേ ആ ഫണ്ട് പോലും വിനിയോഗിക്കാൻ ഇരുപക്ഷത്തിനും സാധിക്കുകയുമുള്ളൂ. ദിവിഷ്, ശരി. വിശ്വപ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. തൃണമൂൽ കോൺഗ്രസിലെ തർക്കങ്ങൾ അത് തുടരുകയാണ്. ഇരുപക്ഷവും പാർട്ടി ആരുടേതെന്ന് സ്വന്തമാക്കാനുള്ള നടപടികളിലാണ്.